ഏവർക്കും നമസ്കാരം. അമൃതം രാമായണത്തിലേക്ക് സ്വാഗതം. നമുക്ക് രാമൻ്റെ അയനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ശബരീദേവിയെ കാണുവാനും ആ രാമൻ്റെ യാത്രയിൽ ശബരീദേവി ഏറ്റവും നല്ല വഴിത്തിരിവായിട്ട് കാണിച്ചു തരുന്ന ഒരു ഭാഗം തന്നെയാണ് നമ്മൾ കേട്ടത്. ആ ശബരീദേവിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ കുട്ടിക്കാലം മുതൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വരുന്നു ആളുകൾക്ക് ഒരു പ്രചോദനമാണ് ശബരീദേവി. കാരണം ഈശ്വര സാന്നിധ്യം തൻ്റെ മുന്നിൽ എത്തുമെന്ന് ഗുരുനാഥൻ പറഞ്ഞതനുസരിച്ച് ആ ഗുരുനാഥൻ്റെ ചൊൽപ്പടിയോടുകൂടി ആശ്രമത്തെ അലങ്കരിച്ച് പുഷ്പാലങ്കാരം നടത്തി അതെല്ലാം ചെയ്ത് എപ്പോഴും രാമൻ്റെ വരവ് കാത്തുകൊണ്ടിരിക്കുന്ന ശബരീദേവിയെ നമുക്ക് കാണാൻ സാധിച്ചു. ആ ശബരീദേവിയിലൂടെ നമുക്ക് കേരളത്തെയും കാണാൻ സാധിക്കണം. കാരണം രാമൻ ജീവിച്ചിരുന്നു അല്ലെങ്കിൽ ഒരു ഇതിഹാസമാണ് എന്നെല്ലാം ചർച്ച ചെയ്യുന്ന സമയത്ത് ഇന്ന് നമുക്കറിയാം ശബരിമല എന്ന് പറയുന്ന ശബരീദേവി തപസ് ചെയ്ത സ്ഥലമായിട്ടൊക്കെ ആചാര്യന്മാരുടെ ഭാഷണം നമുക്ക് കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ ശബരീദേവിയുടെ ഭക്തിയെ നമുക്ക് കാണാൻ സാധിക്കുകയും ആ ശബരീദേവി കൊണ്ടുവന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഫലങ്ങൾ, പഴങ്ങൾ, അത് മധുരമാണോ പുളിപ്പാണോ എന്ന് ഭഗവാന് കൊടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എന്താ പറയുക, തൻ്റെ അതിഥിക്ക് കൊടുക്കാൻ സാധിക്കുന്ന ആ ഒരു മധുരമുള്ള പഴത്തെ കടിച്ച് താൻ രുചിച്ച് അതിനുശേഷം ശ്രീരാമചന്ദ്രന് കൊടുക്കുന്നു. കാരണം ഇത്രയും കാലം തപസ് ചെയ്ത് ഇരുന്ന ആ ദേവനെ തൻ്റെ കൺമുൻപിലെത്തിയപ്പോൾ താൻ കൊടുക്കുന്നത് നല്ലതോ തെറ്റോ എന്നുള്ള ചിന്താഗതിയോടുകൂടി തെറ്റിനെ മാറ്റിവെച്ച് നല്ലതിനെ കൊടുക്കുന്ന ഒരു ശീലം നമുക്ക് ശബരീദേവിയിൽ നിന്നും കിട്ടുന്നു. അതുകൊണ്ട് നമ്മളെല്ലാം പറയാറുണ്ട്, നിവേദ്യം പ്രസാദമാകുന്നത് ഭഗവാന്റെ അർച്ചനയ്ക്ക് ശേഷമാണ്, അല്ലെങ്കിൽ ഭഗവാൻ ഭക്ഷണം കഴിച്ചു എന്ന് അറിഞ്ഞ രീതിയാണ്. ഇവിടെയും നമ്മൾ നോക്കിയാൽ ആചാര്യശ്രേഷ്ഠന്മാരൊരു കഥ പറയാറുണ്ട്. ഒരാൾ തൻ്റെ ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു അത്രേ, എങ്ങനെയാണ് ഭഗവാൻ നിവേദിച്ചു എന്ന് നമ്മളെല്ലാം മൂഢജനങ്ങൾ വിശ്വസിക്കുന്നത്? കാരണം നിവേദ്യപാത്രത്തോടു കൂടി കൊണ്ടുപോകുന്നുണ്ട്, ആ നിവേദ്യം കൈവിരലാൽ ഭഗവാന് സമർപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അതേപോലെ തന്നെ ഒരളവ് പോലും വറ്റാതെ അല്ലെങ്കിൽ എടുക്കാതെ അല്ലെങ്കിൽ കഴിക്കാതെ തിരിച്ച് അതേപോലെ തന്നെ ആ നിവേദ്യപാത്രത്തിൽ കൊണ്ടുവരുന്നുണ്ടല്ലോ. ഇത് ശരിക്കും നമുക്ക് വഞ്ചനയല്ലേ, പറ്റിക്കലല്ലേ, ബാക്കിയുള്ളവരുടെ കണ്ണിൽ പൊടിയിടലല്ലേ എന്നെല്ലാം ചോദിക്കുന്ന ലൗകിക ഭാഷ ചോദിച്ചപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു അത്രേ, ഒരു പുസ്തകം എടുത്തു കൊടുത്ത് ആ പുസ്തകത്തിലെ വരികളൊന്ന് വായിച്ചു നോക്കാൻ വേണ്ടിയിട്ട്. ആ വരികൾ അദ്ദേഹം വായിച്ചതിന് ശേഷം ഗുരുനാഥൻ അതിനെ അടച്ചു വെക്കാൻ പറഞ്ഞു. അത് തിരിച്ച് കൈകളിലേക്ക് വാങ്ങി. എന്നിട്ട് ചോദിച്ചു, ഈ വായിച്ചതെല്ലാം മനസ്സിലേക്ക് എടുത്തുവോ എന്ന്. അപ്പൊ ഗുരുനാഥൻ പറഞ്ഞതാണ്, വായിക്കാൻ പറഞ്ഞതാണ്, 100% അതിനെ സ്വീകരിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു, ഉൾക്കൊണ്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഗുരുനാഥൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ആ പുസ്തകത്തിലെ ആ വരികൾ അവിടെ നിന്ന് മാഞ്ഞു പോണ്ടേ, അല്ലെങ്കിൽ ആ വരികൾ ഇല്ലാതാവണ്ടേ? അപ്പൊ തിരിച്ച് അതേ പുസ്തകത്തിനകത്ത് അതേ വരികൾ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് ഭഗവാൻ ഭക്ഷിച്ചില്ല അല്ലെങ്കിൽ ഭുജിച്ചില്ല, അല്ലെങ്കിൽ ഭഗവാന് നിവേദ്യമായി കൊടുത്തത് ബാക്കിയുള്ളവരുടെ മുന്നിൽ പരിഹാസമാക്കുന്നത് എങ്ങനെയാണ്? അങ്ങ് വായിച്ച ആ വായന അല്ലെങ്കിൽ ആ അക്ഷരങ്ങൾ തനിക്ക് മാത്രം ലഭ്യമാകുന്ന രീതിയിലാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണ് അത് വായിക്കുവാൻ, പിന്നീട് ആ പുസ്തകത്തെ ഉപയോഗിക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചപ്പോൾ ആ ശിഷ്യൻ്റെ മനസ്സ് തെളിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിലുപരിയായിട്ട്, അല്ലെങ്കിൽ മനുഷ്യ സ്വഭാവമുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ ഉപഭോഗ സംസ്കാരം, ഭോഗ സംസ്കാരത്തിന് വേണ്ടി ഭക്ഷണം ഭുജിക്കുന്ന ഒരാളായിട്ട്. പക്ഷേ ഇതിലൊക്കെ ഒരു ആത്മാർത്ഥമായ തത്വം പറയുന്നത്, ഭക്തിയുടെ തലത്തിലേക്ക് നമ്മൾ ഇറങ്ങി നിന്നാൽ എല്ലാവരും സേവിക്കുകയും ശ്വാസിക്കുന്നതും എല്ലാം
ഭഗവത് സ്വരൂപങ്ങളാണ് എന്ന് ചിന്തിക്കാൻ സാധിക്കും. അപ്പം അതിന് പ്രത്യേകിച്ച് ഭഗവാന് നിവേദ്യം കൊടുത്ത് അതിൽ നിന്നും പാത്രം കാലിയാക്കുന്ന ആവശ്യകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ സാധാരണ ഒരു വ്യക്തിയുടെ മനസ്സിൽ ചിലപ്പോൾ അങ്ങനെ വേണമെന്ന് പറയാറുണ്ടാവും അല്ലേ. നേരെ മറിച്ച് ആ ഭഗവാന്റെ പ്രസാദമാണ് നമ്മൾ കഴിക്കുന്നത് എന്നുള്ള പ്രസാദ ചിന്തകളോടുകൂടിയാണ് ഇരിക്കുന്നതെങ്കിൽ ഓം പ്രാണായ സ്വാഹ, ഓം അപാനായ സ്വാഹ, ഓം വ്യാനായ സ്വാഹ, ഓം ഉദാനായ സ്വാഹ, ഓം സമാനായ സ്വാഹ, ഓം ബ്രഹ്മണേ സ്വാഹ എന്ന് പറഞ്ഞ് നമ്മൾ ആ ഭഗവാന് നേദിക്കുന്ന ഒരു സങ്കല്പം നമുക്ക്, ആ നേദ്യത്തിൻ്റെ പ്രസാദം നമ്മൾ കഴിക്കുന്നത് പോലെ ആ ഭഗവാൻ ഭുജിച്ച ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് എന്നുള്ള ആ ഭക്തിയുടെ മാർഗം, ആ ഒരു ആധ്യാത്മിക തത്വം നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പം അങ്ങനെ തന്നെയാണ് ശബരി ദേവിയെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശബരി ദേവി പുളിച്ചത പഴങ്ങളാണ് അല്ലെങ്കിൽ പുളിപ്പുള്ള പഴങ്ങളാണ് കൊടുക്കുന്നതെങ്കിൽ അതിനെ മാറ്റിവെക്കാനും മധുരമുള്ള ആ പഴങ്ങൾ കൊടുക്കാനും സാധിച്ചപ്പോൾ ലക്ഷ്മണൻ പോലും ചിന്തിച്ചുപോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മണൻ അത് സ്വീകരിക്കാൻ മടിച്ചു എന്ന് ആചാര്യഭാഷ്യം പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് പല ഭാഗങ്ങളിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ലക്ഷ്മണൻ ശ്രീരാമചന്ദ്രനോട് ഏത് കാര്യങ്ങൾ പറഞ്ഞാലും കേട്ടാലും അത് വേണമെന്ന് ആഗ്രഹിച്ചാലും അത് നേടിക്കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ലക്ഷ്മണൻ എന്നുകൂടി നമുക്ക് ചിന്തിക്കാൻ പറ്റണം എന്ന് ഈ നിമിഷത്തിൽ നിങ്ങളെ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അങ്ങനെ പറയാറുണ്ട്. ലക്ഷ്മണൻ പോലും ചിലപ്പോൾ ആ അമ്മയുടെ ആ കടിച്ച പഴങ്ങൾ വാങ്ങി കഴിക്കുന്ന ആ ഒരു ഭഗവാന്റെ ഭക്തി അല്ലെങ്കിൽ ഭഗവാനോട് ഭക്തനോടുള്ള ഭക്തിയെ നമുക്ക് കാണിച്ചു കൊടുക്കുന്ന ശ്രീരാമരംഗത്തെ നമുക്ക് വളരെയധികം സ്പഷ്ടമാക്കി എടുക്കാൻ സാധിക്കണം. അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് രാമായണത്തിൽ ഇങ്ങനെ ഒരു കഥാപാത്രത്തെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചത് നമ്മുടെ കുടുംബത്തിലൊക്കെ നമ്മുടെ മുത്തശ്ശിമാരെ കാണുന്ന സമയത്ത് ആ മുത്തശ്ശിമാരൊക്കെ പണ്ട് നമ്മുടെ അവരുടെ മടിയിലിരുത്തി അവർ നമ്മളെ ഊട്ടുന്ന രീതി, ചിലപ്പോൾ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ അവരുടെ അടുത്തേക്ക് എത്തുക. ആ സമയത്ത് ആ കിണ്ണത്തിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ട് നമുക്ക് കൂടി തരുന്ന രീതിയിലേക്ക് വന്നപ്പോൾ അത് സ്നേഹത്തിൻ്റെയും ഒരു വളരെയധികം സുഹൃതത്തിൻ്റെയും മഹത്തായ ഒരു ആശയമായിരുന്നു, ആ ഒരു ബന്ധമായിരുന്നു. പക്ഷേ ഇങ്ങനെ ചെയ്യാത്തതിനാൽ അകൽച്ച വരുന്ന ഒരുപാട് പേരക്കുട്ടിയും മുത്തശ്ശിയും തമ്മിലുള്ള ഒരു ആത്മബന്ധം ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. പല മുത്തശ്ശിമാരെയും പല പേരക്കുട്ടികളുള്ള അമ്മമാരെയും നമുക്ക് കാണുന്ന സമയത്ത് അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല വീടുകളിലേക്ക്. അതിന് തൻ്റെ മകൾ പോലും അവിടെ വ്യത്യസ്ത രീതിയിൽ പെരുമാറുന്നു. കാരണം തൻ്റെ മകൾക്ക് കൊടുക്കേണ്ട പേരക്കുട്ടിക്ക് മുത്തശ്ശി ഊട്ടണ്ട എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരു രീതി അല്ലേ. നേരെ മറിച്ച് കുട്ടിയായിരിക്കുന്ന സമയത്ത് ആ കുട്ടിയെ നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മ വേണം. പക്ഷെ ആ മുത്തശ്ശി പേരക്കുട്ടിയോട് ഭക്ഷണം അന്ന് കൊടുത്ത സമയത്ത് ഇപ്പോഴെല്ലാം ഹൈജീനിക് ഫുഡുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അവ എങ്ങാനും കാരണവശാൽ കടിച്ച പഴമോ കടിച്ച പദാർത്ഥങ്ങളോ കൊടുക്കുമ്പോൾ അത് കുട്ടിക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവുമെന്ന് പറയുന്നതിലൂടെ മുത്തശ്ശിയെയും പേരക്കുട്ടിയെയും മാറ്റി നിർത്തുന്ന ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ പല ഭാഗത്തായിട്ട് നമുക്ക് കാണുന്നതും ദുഃഖിക്കുന്നതുമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മാറ്റിയെടുക്കാൻ ശബരി ദേവിയും ശ്രീരാമനും തമ്മിലുള്ള ഒരു ആത്മബന്ധം നമുക്ക് കാണിച്ചു കൊടുക്കാൻ രാമകഥ നമുക്ക് ഉചിതമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ശബരി ദേവി നമുക്ക് ധർമ്മത്തെ അതിഗംഭീരമാക്കി പകർന്നു തരാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ആ അമ്മയുടെ മാധുര്യം ഭുജിക്കുന്ന ശ്രീരാമചന്ദ്രൻ, അതിനുശേഷം ആ അമ്മ പറഞ്ഞു കൊടുക്കുന്നു, ആ ശബരി ദേവി പറഞ്ഞു കൊടുക്കുന്നു, ഇങ്ങനെ ഋഷ്യമൂകാചലത്തിലൂടെ യാത്ര ചെയ്താൽ അവിടെ സുഗ്രീവനെ ചെന്ന് കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെയാണ് അവിടെ നിന്നും ശബരി ദേവി മോക്ഷം ലഭിച്ചുകൊണ്ട്, ആ ശബരി ദേവിക്ക് മോക്ഷം കൊടുത്തുകൊണ്ട് ശ്രീരാമന്റെ പാദുകം നമസ്കരിച്ച് അവിടെ തന്നെ ആത്മാവ് ശ്രീരാമനിലേക്ക് ലയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഈ ഭാഗങ്ങളിലെല്ലാം നമുക്ക് കാണുന്നത് ആരണ്യകാണ്ഡത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചപ്പോൾ ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ സാധിച്ചു, രാക്ഷസന്മാരെ കാണിച്ചു, ശാപം കിട്ടിയ ആൾക്കാരെ നമ്മൾ കണ്ടു. ഇങ്ങനെയെല്ലാം
നമ്മൾ ശ്രീരാമൻ്റെ യാത്രയിലൂടെ സഞ്ചരിക്കുമ്പോൾ ചെറിയ ചെറിയ കുറ്റങ്ങളും കുറവുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും, ആ കുറ്റങ്ങളും കുറവുകളും ബാക്കിയുള്ളവർക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും, ആ വിഷമങ്ങൾ രാമനാമത്തിലൂടെ, രാമപാദത്തിലൂടെ, രാമ അർച്ചനയിലൂടെ, രാമമന്ത്രത്തിലൂടെ നമുക്ക് ആ ദുരിതങ്ങളെയെല്ലാം മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അങ്ങനെ കിഷ്കിന്ധ കാണ്ഡത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ ആദ്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മഹാവ്യക്തിത്വത്തെ, നമ്മുടെ എല്ലാം ഉപാസകനായിട്ടും ഇന്നും കലിയുഗത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആഞ്ജനേയ സ്വാമിയെ നമുക്ക് കാണാൻ സാധിക്കും. അഞ്ജനയുടെ പുത്രനായ ഹനുമാൻ സ്വാമിയെ നമുക്ക് കാണാൻ സാധിക്കും. ആ സൂര്യദേവന്റെ വജ്രായുധം കൊണ്ട് താടിക്ക് മുറിവ് പറ്റിയപ്പോൾ ആ വജ്രായുധം കൊണ്ട് തൻ്റെ ഹനുവിൽ, താടിയിൽ ആയുധം തട്ടിയപ്പോൾ അവിടെ മയങ്ങി വീഴുകയും അതിനുശേഷം ആ സൂര്യദേവനിൽ നിന്ന് തന്നെ ശാസ്ത്രം പഠിക്കുന്ന ഹനുമാൻ സ്വാമി, ഹനുമാൻ എന്ന് നാമകരണം വരുന്ന ആഞ്ജനേയനെ നമുക്ക് കാണാൻ സാധിക്കുന്നു അല്ലേ. അപ്പോൾ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപത്തി, ശ്രീരാമദൂതം ശിരസാ നമാമി എന്ന് നമുക്ക് ചൊല്ലിക്കൊണ്ട് ഹനുമാനെ നമുക്ക് കിഷ്കിന്ധ കാണ്ഡത്തിലൂടെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും അല്ലേ. അപ്പം രാമൻ്റെ കഥയിലൂടെ നമുക്ക് സഞ്ചരിക്കുമ്പോൾ ഒട്ടനവധി രാക്ഷസ കുലത്തിൽ ജനിച്ച ആൾക്കാരെ കാണാൻ സാധിച്ചു, ആശ്രമകുലത്തിൽ ജീവിച്ച ആൾക്കാരെ നമുക്ക് കാണാൻ സാധിച്ചു, സന്യാസി ശ്രേഷ്ഠന്മാരെ കാണാൻ സാധിച്ചു, അഗസ്ത്യമുനിയെ പോലുള്ള ഒട്ടനവധി മഹർഷി ശ്രേഷ്ഠന്മാരെ നമുക്ക് കാണാൻ സാധിച്ചു അല്ലേ. അത്രിയെയും മനസൂയെയും നമുക്ക് കാണാൻ സാധിച്ചു. കിഷ്കിന്ധ കാണ്ഡത്തിലൂടെ നമുക്ക് വാനരന്മാരെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കിഷ്കിന്ധ കാണ്ഡത്തിലേക്ക് ചെന്നെത്തുമ്പോൾ അവിടെ നിന്നും ഉടനെ മുകളിൽ നിന്നും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഋഷ്യമുഖാചലം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ദൂരെ നിന്നും നോക്കിക്കൊണ്ടിരിക്കുന്ന സുഗ്രീവൻ കാണുന്നു. സുഗ്രീവൻ ഭയപ്പാടുകൊണ്ട് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഒരുപാട് ആൾക്കാർ ഇതേപോലെ തന്നെ സുഗ്രീവനെ പോലെയാണ്. അവർ വരുന്നുണ്ടോ, ഇവർ വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് ചിലപ്പോൾ നമ്മളൊക്കെ ആലോചിക്കാറുണ്ട്, ബാധ്യതകൾ വന്ന് കഷ്ടപ്പെടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഈ പറയുന്ന മാതിരി പലിശയ്ക്ക് കൊടുത്ത് ആ പലിശക്കാരൻ എങ്ങാനും വരുന്നുണ്ടോ എന്ന് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന തനിക്കെതിരെ അവർ എന്തെങ്കിലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ തൻ്റെ വീട്ടിൻ്റെ മുന്നിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ എപ്പോഴും ഉറക്കമില്ലാതെ, ഊണില്ലാതെ അവർ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ സുഗ്രീവനെയും നമുക്ക് കാണാം. കാരണം ബാലിയുമായിട്ട് തർക്കം കഴിഞ്ഞ് വന്ന് അവിടെ ഋഷ്യമുഖാചലത്തിൽ ബാലി കയറാമല എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ആ ബാലി കയറാത്ത മലയിൽ സുരക്ഷിതമായി ഇരിക്കുന്ന സമയത്ത് ദൂരെ നിന്നും സുഗ്രീവൻ, ബാക്കി എല്ലാവരും സന്തോഷത്തോടു കൂടി അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നുണ്ട്, ബാക്കിയുള്ള വാനരന്മാരെല്ലാം, ഹനുമാൻ സ്വാമി അടക്കം. പക്ഷേ സുഗ്രീവൻ ചിന്തിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, നോക്കി ദൂരവ്യാപകമായി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കഥ. ആ സമയത്താണ് രണ്ട് അസ്ത്രങ്ങളോടുകൂടി രണ്ടുപേർ ബാലകനായിട്ട് കാണുന്ന രീതിയിൽ, അല്ലെങ്കിൽ യൗവനമായിട്ട് കാണുന്ന രീതിയിൽ കാണുന്നു. അവിടെ നിന്നും ദൂരെ നിന്ന് കാണുന്ന സുഗ്രീവൻ അവിടെ ഉടനെ തന്നെ താഴത്തേക്ക് ഇറങ്ങി വന്ന് പറയുന്നു ഹനുമാനോട്, ആരോ രണ്ടുപേർ ബാലി വിട്ടതാണ്, ബാലി നമ്മളെ പറഞ്ഞയച്ചതാണ്, വേഷം മാറി വരികയാണ്, നമ്മളെ വധിക്കാൻ വേണ്ടി വരികയാണ് എന്നെല്ലാം പറഞ്ഞ് ഹനുമാൻ സ്വാമിയോട് പോയി നോക്കിയിട്ട് വരാൻ വേണ്ടി പറയുന്നു. അപ്പോൾ ഹനുമാൻ സ്വാമിയോട് പോയി നോക്കിയിട്ട് വരാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഹനുമാനോട് അത്രയുമുള്ള അഗൈതവുമായ ആത്മബന്ധമുള്ളത് കൊണ്ട്, സുഹൃത് ബന്ധമുള്ളത് കൊണ്ട് ഹനുമാൻ സ്വാമി പറയുന്നത് ശരിയാകും. ഹനുമാൻ സ്വാമിക്കാണ് പെട്ടെന്ന് അവിടെ എത്തി തിരിച്ചറിയാനും ഏത് ഉചിതമായ രീതിയെയും പ്രവർത്തിക്കാനും സാധിക്കുക എന്ന് സുഗ്രീവൻ അറിയുന്നത് കൊണ്ടാണ് സുഗ്രീവൻ ഹനുമാൻ സ്വാമിയെ പറഞ്ഞയക്കുന്നത്. അപ്പം അങ്ങനെ സുഗ്രീവൻ പറഞ്ഞയക്കുന്നതിലൂടെ ഹനുമാൻ സ്വാമി വന്നെത്തുന്നത് ഒരു വടുവിൻ്റെ വേഷത്തിലാണ്, ഒരു ബ്രാഹ്മണ വേഷത്തിലാണ്, അല്ലെങ്കിൽ ഒരു വടുവിൻ്റെ വേഷത്തിലാണ്. എന്നുവെച്ചാൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ ധരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം അങ്ങനെ ആ ഒരു ഭാണ്ഡക്കെട്ടുമായിട്ട് ഹനുമാൻ സ്വാമി വേഷപ്രച്ഛന്നനായിട്ട് വരുന്നു.
അവിടെ വന്നുകൊണ്ട് ഹനുമാൻ സ്വാമി ഇവരുടെ വഴിയാത്രക്കാരോട് ആരാണ് നിങ്ങൾ എന്നെല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നു. ആ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ശ്രീരാമചന്ദ്രന് വളരെയധികം കുളിർമ തോന്നുന്നു അല്ലേ? നമുക്ക് ചിലവരുടെ വാക്കുകൾ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ആ വാക്കുകളിലൂടെ നമുക്ക് പ്രചോദനമുണ്ടാവും, ആ ഒരു ആത്മബന്ധം നമുക്കുണ്ടാവും. ആ ബന്ധത്തിലൂടെയാണ് നമുക്ക് പിന്നീട് സുഹൃത്തുക്കളായിട്ട്, ബന്ധുക്കളായിട്ട് നമ്മുടെ ജീവിതം മുഴുക്കെ പകർന്നു കൊടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നത്. അവിടെയും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആ ചോദ്യം തന്നെ വളരെയധികം ശ്രേഷ്ഠമാക്കി എടുത്തപ്പോൾ അവിടെ ശ്രീരാമൻ ലക്ഷ്മണസ്വാമിയുടെ ചെവിയിലേക്ക് ഓതിക്കൊടുക്കുകയാണ്, ഇദ്ദേഹം സാധാരണ മനുഷ്യനല്ല, ഇദ്ദേഹം സാമവേദ പണ്ഡിതനാണ്, വേദങ്ങളിൽ ഗഹനമായ പാണ്ഡിത്യമുള്ള ആളാണ്. അതേപോലെ തന്നെ അദ്ദേഹം ബഹുമാനിക്കാൻ തയ്യാറുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ബഹുമാന്യമായ വാക്കുകളാണ് നമ്മുടെ മുന്നിൽ ഉപയോഗിച്ചത് എന്നെല്ലാം നമുക്ക് രാമായണത്തിലൂടെ സന്ദർശിക്കാൻ സാധിക്കും. ഇവിടെ ഞാൻ പറയുന്ന ഒരു ഭാഷാശൈലി ഒന്ന് ചിന്തിക്കണം. വരുന്ന ആൾക്കാരോട് ആരാ, എവിടുന്ന, എന്താ എന്ന് ചോദിക്കുന്നതിന് പകരം ആ ഒരു വാക്കുകളെ തന്നെ ഒരു മയപ്പെടുത്തി നല്ല രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ വരുന്ന ആൾക്കാർ ചിലപ്പോൾ ദേഷ്യത്തോടു കൂടിയാണ് വരുന്നതെങ്കിൽ ആ ദേഷ്യത്തെ മാറ്റി സമാശ്വസിപ്പിച്ച് അവരെ ഇരുത്തി അതിനുശേഷം നമുക്ക് കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്ത്, ബന്ധുകാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് പറഞ്ഞയക്കാൻ സാധിക്കുന്ന ഒരു രീതി നമുക്കുണ്ടാകുന്ന ഒരു മനോഭാവത്തിലേക്ക് നമ്മുടെ വരുന്ന തലമുറയെ വാർത്തെടുക്കണം. അതിന് ഈ ഹനുമാൻ സ്വാമിയായിട്ടുള്ള സംഗമം, ഹനുമൽ സമാഗമം എന്നുള്ള ഭാഗം നമുക്ക് ഉചിതമായി പഠിപ്പിക്കണം. വീട്ടിൽ അതിഥി വന്നാൽ ആ അതിഥിയെ ആരാണെന്ന് മനസ്സിലാക്കുവാനും എന്തിനു വന്നു എന്ന് മനസ്സിലാക്കാനും സാധിച്ചതിന് ശേഷമാണ് അവിടെ മുന്നോട്ട് പോവുക. നേരെ മറിച്ച് നമുക്ക് പണ്ടൊരു കഥ ചെറിയ കുട്ടിക്കാലങ്ങളിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒരു ആനയുടെ അടുത്ത് ചെന്ന് 4 പേർ, കണ്ണ് കാണാത്ത 4 പേർ ആ ആനയെക്കുറിച്ച് വർണ്ണിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആന തൂണുപോലെയാണ് എന്ന് ആനയുടെ കാല് പിടിച്ചുകൊണ്ട് ഒരാൾ പറയുണ്ടായി. ആനയുടെ വാല് പിടിച്ചുകൊണ്ട് ആന ചൂല് പോലെയാണ് എന്ന് നമുക്ക് പറയണ്ടായി. അതേപോലെ ആനയുടെ തുമ്പിക്കൈ സ്പ്രിങ് പോലെയാണ് എന്നെല്ലാം നമുക്ക് വിവരിച്ചു തരുന്ന ഒരു രീതി. അപ്പോൾ ഒരു ആനയുടെ സ്വരൂപത്തെ നമുക്ക് മനസ്സിലാക്കാൻ 4 പേരുടെ സഹായം ചിലപ്പോൾ തെറ്റായി പോയേക്കാം. പക്ഷേ ഒരാളുടെ മാതൃകാപരമായ ഒരു പ്രവർത്തനം കാരണം അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കണമെന്നുള്ള ആശയത്തോടു കൂടി ഹനുമൽ സംഗമത്തെ നമുക്ക് കാണണം എന്നാണ് ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്. ആ ഹനുമാൻ സ്വാമിയെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആഞ്ജനേയ പുത്രനായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. ചെറുപ്പകാലത്ത് തന്നെ സൂര്യൻ തനിക്ക് കഴിക്കാനുള്ള ഭക്ഷണ പദാർത്ഥമാണ്, ഏറ്റവും നല്ല ഭക്ഷണമാണ്, മാമ്പഴമാണ് എന്നെല്ലാം കരുതി ഉയർന്നു പറന്നപ്പോൾ അത്രയും ഉയരത്തിൽ പറക്കാൻ സാധിക്കുന്ന ആഞ്ജനേയനെ നമുക്ക് കാണാൻ സാധിച്ചു. അതിൽ നിന്നും ഹനുമാനായിട്ട് ഹനുവിൽ താടിയിൽ തട്ടിയ ആ വജ്രായുധം കൊണ്ട് ഹനുമാനായിട്ട് മാറുകയും ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാലി സുഗ്രീവന്മാരുടെ പ്രശ്നങ്ങൾ നമുക്ക് കാണുമ്പോൾ ആ ബാലി സുഗ്രീവന്മാരുടെ പ്രശ്നങ്ങളിൽ 2 പേരെയും മാറ്റി നിർത്തിക്കൊണ്ട് ഋഷ്യമൂകാചലത്തിൽ സുഗ്രീവനോടൊപ്പം താമസിക്കുന്ന ഹനുമാനെ നമുക്ക് കണ്ടു. അതിനുശേഷം രാമനെ സുഗ്രീവനിലേക്ക് എത്തിക്കുന്ന ഒരു വലിയൊരു ഭാഗം നമുക്കിവിടെ ചിന്തിക്കാവുന്നതാണ്. വേണമെങ്കിൽ ബാലിയെക്കുറിച്ച് മനസ്സിലാക്കിയ ശ്രീരാമൻ വേണമെങ്കിൽ ബാലിയുടെ കൊട്ടാരത്തിൽ ചെന്ന് ആ ബാലിയുമായിട്ട് സൗഹൃദം പുലർത്താമായിരുന്നു. പക്ഷേ രാമരാജ്യം ധർമ്മരാജ്യമാണ് എന്ന് മനസ്സിലാക്കുന്നത് പോലെ ആ ധർമ്മരാജ്യത്തിന് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത് ധർമ്മത്തിൻ്റെ മൂല്യങ്ങളെയാണ്. ആ ധർമ്മത്തിൻ്റെ മൂല്യങ്ങളെ ഉയർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടത് എങ്ങനെയാണ്? ഇത്തരത്തിൽ ധർമാത്മാക്കളുമായിട്ടുള്ള സമാഗമനം കൊണ്ടാണ്.
അപ്പം അങ്ങനെ സമാഗമനം ചെയ്യുമ്പോൾ അത് തമ്മിലുള്ള സന്ദേശങ്ങൾ, അവർ തമ്മിലുള്ള സന്ദേശങ്ങൾ വളരെയധികം മൂല്യവത്തായിരിക്കുമെന്ന് രാമായണം നമുക്ക് മനസ്സിലാക്കി തരുന്നു. അങ്ങനെ സുഗ്രീവൻ്റെ അടുത്ത് ചെന്നു. അവിടെ നിന്നും പറയുന്ന ശ്രീരാമൻ്റെ സന്ദേശം നമുക്ക് കാണാം. ഞാൻ ദശരഥപുത്രനായ ശ്രീരാമചന്ദ്രനാണ് എന്ന് ഹനുമാനോട് പറഞ്ഞപ്പോൾ, ആ വടുവിൻ്റെ വേഷധാരിയായ ആ ഹനുമാൻ സ്വാമിയോട് പറഞ്ഞപ്പോൾ, അപ്പോഴാണ് എൻ്റെ സ്വാമി എൻ്റെ അടുക്കലെത്തി. ഒന്ന് ചിന്തിക്കുക അല്ലേ? നമ്മൾ കുറേ കാലം പൂജകളും കാര്യങ്ങളും ചെയ്യാറുണ്ട്, മന്ത്രങ്ങൾ ചൊല്ലാറുണ്ട്, ഈശ്വരനെ ആരാധിക്കാറുണ്ട്, ഈശ്വരനെ പ്രത്യക്ഷ രൂപത്തിൽ നമ്മൾ പല രീതിയിൽ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഈശ്വരനാണ് ഞാൻ തന്നെ എന്ന്, അല്ലെങ്കിൽ ഞാൻ ഇത്രയും കാലം ഉപാസിച്ച മൂർത്തി എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ഈ രൂപത്തിലാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ ഭഗവാനെ നമുക്ക് ഉയർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഹനുമാൻ സ്വാമി മനസ്സിലാക്കി, ദശരഥപുത്രനായ ശ്രീരാമചന്ദ്രനാണ് വന്നിരിക്കുന്നത്, ആ രാമമന്ത്രമാണ് ഞാൻ എപ്പോഴും ജപിക്കുന്നത്, ആ രാമഹൃദയത്തിലാണ്, രാമൻ്റെ വാക്കുകൾ പ്രവർത്തികളെല്ലാം എൻ്റെ ഹൃദയത്തിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹനുമാൻ സ്വാമി അവരെയും കൊണ്ട് തൻ്റെ തോളിലെടുത്തു വെച്ച് ഇരു തോളിലേക്കും ഉയർത്തി മുന്നോട്ട് കൊണ്ടുപോയി യഥാർത്ഥ രൂപം ശ്രീരാമസ്വാമിയെ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ സാമവേദ പണ്ഡിതനാണ് എന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ ഒരു വാക്കിലൂടെ സാധിച്ചു എന്ന് പറയുന്ന ശ്രീരാമചന്ദ്രൻ ഹനുമത് ഭക്തിയെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഊർജിതപ്പെടുത്താം. അപ്പോൾ അങ്ങനെ ശ്രീരാമൻ്റെ നാമകരണത്തിലൂടെ അല്ലെങ്കിൽ ശ്രീരാമൻ്റെ നാമത്തിലൂടെ തൻ്റെ ജീവിതം വളരെയധികം ശ്രീരാമപാദത്തിൽ എത്തിച്ച ഒരു മഹാവ്യക്തിത്വമാണ് ഹനുമാൻ സ്വാമി. അപ്പോൾ അങ്ങനെ സുഗ്രീവൻ്റെ അടുത്തെത്തി. ആ സുഗ്രീവനുമായിട്ട് കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു. അവിടെ നിന്നും മനസ്സിലാക്കി ആ സുഹൃത്ത് ബന്ധത്തിന് കൈകൾ ചേർത്ത് വെച്ച് സങ്കല്പം ചെയ്ത് രണ്ട് തുല്യമായ ദുഃഖിതമായ ആൾക്കാര് അല്ലേ? ശ്രീരാമൻ ഭാര്യ നഷ്ടപ്പെട്ട് ദുഃഖിതനായി, ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി. അതേപോലെ തന്നെ തട്ടിക്കൊണ്ടുപോയ ഒരു കഥാപാത്രം തന്നെയാണ് സുഗ്രീവൻ്റെ ഭാര്യയായ ഒരു ഉമയെയും നമുക്ക് കാണാം. അപ്പം ഇവിടെ ആ ബാലി തൻ്റെ ശക്തി കൊണ്ട് തൻ്റെ അനുജൻ്റെ ഭാര്യയെ പോലും, രാജ്യം ഭരിക്കുന്നവനാണെങ്കിൽ പോലും ആ രാജ്യം ഭരിക്കുന്ന ഒരു വ്യക്തി ചെയ്യാൻ പാടാത്തത്, അന്യ ഭാര്യയെ തൻ്റെ ഭാര്യയാക്കി സംരക്ഷിക്കാൻ തയ്യാറായ ആ ബാലിക്കെതിരെയും, അതേപോലെ തന്നെ തൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി രാജസിംഹാസനത്തിൽ ഇരുത്തണം എന്നുള്ള വാശിയോടുകൂടി പോയ രാവണനെയും തുല്യ ദുഃഖിതരായ രണ്ടുപേർ സഖ്യം ചേർന്നു. ആ സഖ്യം ചേരൽ നമുക്ക് വളരെയധികം പ്രദാനം ചെയ്യുന്നു. രാമ സുഗ്രീവ സഖ്യം, ശ്രീരാമലക്ഷ്മണന്മാരെല്ലാം വളരെയധികം സൗഹൃദത്തോടുകൂടി ഈ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തു. വേഗേന സീതാന്വേഷണത്തിന് ചെന്ന് സീതയെ വീണ്ടെടുക്കാൻ സാധിക്കുമെന്ന് അവിടെ സുഗ്രീവൻ പ്രതിജ്ഞയെടുക്കുന്നു. അപ്പോൾ അവിടെയും ശ്രീരാമൻ തൻ്റെ മുന്നിലെത്തിയപ്പോഴും ദശരഥപുത്രനാണ് എന്നറിയാമെങ്കിലും കഴിവുകൾക്ക് പല ഭാഗത്തും മത്സരങ്ങളുണ്ട്, ചോദ്യങ്ങളുണ്ട്, തെളിയിക്കലുണ്ട് അല്ലേ? എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ആള് ഇന്ന ആള് തന്നെയാണോ എന്ന് മനസ്സിലാക്കുവാൻ പല മാർഗങ്ങളിലൂടെ തയ്യാറെടുക്കുന്നു. ഇവിടെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സുഗ്രീവൻ പറയുന്നുണ്ട്, ബാലിയെ വധിക്കാൻ അങ്ങയ്ക്ക് സാധിക്കുമോ? ബാലി അതിശക്തനാണ്. ആ ബാലിയെക്കുറിച്ചുള്ള വർണ്ണനകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബാലി 7 സമുദ്രങ്ങളിൽ സന്ധ്യാവന്ദനം ചെയ്യുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. മനുഷ്യരായ നമുക്ക് പോലും സമയമില്ലാതെ നമ്മൾ സന്ധ്യാവന്ദനാദികൾ മുടക്കി നമ്മൾ നമ്മുടെ ലൗകിക ജീവിതത്തിൽ ലൗകിക സുഖത്തിന് വേണ്ടി ഓടി നടക്കുന്ന ആളുകളായി മാറിയപ്പോൾ ആ മാറ്റം നമുക്ക് വാനര സമൂഹത്തിന് കാണാൻ സാധിച്ചു. അപ്പോൾ കൃത്യമായി സന്ധ്യാവന്ദനാദികൾ നടത്തുന്ന ബാലിയെ കാണിച്ചു കൊടുക്കുന്നു. അതിൽ പറയുന്ന ഒരു കാര്യം, ബാലി സന്ധ്യാവന്ദനത്തിൽ സമുദ്രങ്ങളിൽ 7 സമുദ്രങ്ങളിലായിട്ടാണ് അദ്ദേഹം സന്ധ്യാവന്ദനം ചെയ്യുന്നത്. ആ സമയത്ത് ഇങ്ങനെ എന്നേക്കാൾ തപസ് ചെയ്യുന്ന ആരാണ് ഇവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാവണൻ ആ വായുമാർഗത്തിലൂടെ പോകുന്ന സമയത്ത് ഒരു കൊരങ്ങൻ ഇരുന്ന് തപസ് ചെയ്യുന്നു.
അല്ലേ? നമ്മളൊക്കെ എപ്പോഴും മിണ്ടിയ പറയുന്ന ഒരു വാക്കാണ് കൊരങ്ങ എന്ന്, അല്ലെങ്കിൽ കൊരങ്ങനാണ് എന്ന്, അല്ലേ? കുസൃതി കാണിച്ചാൽ, എന്തെങ്കിലും തട്ടിമറിച്ചാൽ, അപ്പോൾ നിന്റെ കയ്യ് കൊരങ്ങന്റെ സ്വഭാവമാണോ കാണിക്കുന്നത്, അല്ലേ? അപ്പോ ഇവിടെയും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒരു കൊരങ്ങൻ ഇരുന്ന് തപസ് ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നേക്കാൾ ഗംഭീരമായിട്ടുള്ള തപസ്സിലേക്കാണോ ഇദ്ദേഹം ചെയ്യുന്നതെങ്കിൽ അത് മാറ്റിയെടുക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഉടനെ ചെന്നു കൊരങ്ങനെ ഏറ്റവും പ്രധാനം, അതായത് വാനരന്മാർക്ക് വാലിലാണ് ഏറ്റവും കൂടുതൽ ശക്തി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു രംഗവും കൂടിയാണിത്, അല്ലേ? ആ വാലിൽ പിടിച്ച് വെള്ളത്തിൽ മുക്കിക്കൊല്ലാമെന്നൊക്കെ വിചാരിച്ച് വാലെടുത്ത് മറച്ചൊടിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ബാലിയുടെ വാലിലേക്ക് പിടിച്ച് അതിനെ ചുറ്റിക്കെട്ടാൻ നോക്കിയപ്പോൾ ആ വാല് തന്നെ ചുറ്റിക്കെട്ടി. വീണ്ടും അവിടെ നിന്ന് പ്രയത്നം നടത്തി, വീണ്ടും കൈകാലുകൾ കെട്ടി ആ വാല് രാവണനെ ശരിക്കും ഒന്ന് ബന്ധിച്ചു. അനങ്ങാൻ പറ്റാത്ത രൂപത്തിൽ ആര് തയ്യാറായി? രാവണൻ പോലും ബാലിയുടെ മുന്നിൽ, അല്ലെങ്കിൽ ബാലിയുടെ പിന്നിൽ പെട്ടുപോയി എന്നുള്ളതാണ്. അങ്ങനെ 7 സമുദ്രങ്ങളിൽ സന്ധ്യാവന്ദനം ചെയ്യുന്നവരെ നമ്മൾ പറയാം 10 തലയുള്ള ആളാണ്. 10 തലയ്ക്കകത്തൂടെയും വായിക്കകത്തൂടെയും വെള്ളം കയറിയാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ ബാലിശ്യമായ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ കാലും കൈയും കെട്ടിയിട്ട് നമ്മൾ വെള്ളത്തിൽ കിടക്കുന്ന പോലെ ആ ഭാര്യയുടെ 7 സപ്തസമുദ്രങ്ങളിൽ സന്ധ്യാവന്ദനം കഴിയുന്നവരെ അവർ അതിൽ തയ്യാറായെടുത്തു എന്നുള്ളതാണ്. അപ്പൊ അതുവരെ അടങ്ങിക്കിടക്കേണ്ട വന്ന രാവണനെ നമുക്ക് മനസ്സിലാക്കാം. നമസ്കാരം.